ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജാസ്മിൻ. വെൽക്കം ബാക്ക് ടു ജാസ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാക്രമേ ത്രെഡ് കൊണ്ടുള്ള ഒരു പ്ലാൻ ഹാങ്ങറാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ആകെ വേണ്ടത് കുറച്ച് കട്ടിയുള്ള ത്രെഡാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാക്രമേയുടെ ത്രെഡാണ്. ഇതില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലുള്ള കട്ടിയുള്ള കയറോ ചണമോ അങ്ങനെ എന്ത് വെച്ചാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് മുത്തുകളാണ്. ഇതും ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇതില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ത്രെഡ് 2 മീറ്റർ നീളത്തിൽ 3 എണ്ണം മുറിച്ചെടുക്കണം. എന്നിട്ടത് കറക്റ്റ് പകുതിയായിട്ട് മടക്കി അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഹാങ് ചെയ്യാൻ പാകത്തിന് ഒരു കെട്ടിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ടെമ്പററി ഹുക്ക് ചെയ്തിട്ടാണ് അതിലേക്ക് ഇട്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ഇത് മാറ്റി ഹാങ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഓരോ ത്രെഡിലേക്കും നമുക്ക് ബീഡ്സ് കൊരുത്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമുക്ക് മൊത്തത്തിൽ 6 ത്രെഡ് ഉണ്ട്. 3 എണ്ണം മടക്കിയത് മൊത്തത്തിൽ 6 ത്രെഡാണ്. ആ ത്രെഡിലേക്ക് എല്ലാത്തിലും നമ്മൾ ഈ ബീഡ്സ് കൊരുത്ത് ജസ്റ്റ് കെട്ടിയിട്ട് കൊടുക്കണം. കെട്ടിയിടുന്നത് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അത് നമുക്ക് അഴിച്ചെടുക്കാനുള്ളതാണ്. ഈ ത്രെഡിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന പോട്ടിനനുസരിച്ചാണ്. അപ്പം നമ്മളൊരു ചെറിയ പോട്ടാണ് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് താഴേക്കൊന്നും പോവണ്ട. മുകളിലത്തെ കെട്ടിൽ നിന്നും ഏകദേശം 40 സെൻറ്റിമീറ്റർ താഴെയായിട്ട് ഈ മുത്തുകൾ കൊടുത്തതിൻ്റെ തൊട്ട് താഴ്വശത്തായിട്ട് 2 ത്രെഡ് ഒരുമിച്ച് വെച്ച് കെട്ടിക്കൊടുക്കണം. നമുക്ക് മൊത്തം 6 ത്രെഡാണുള്ളത്. അത് 2 എണ്ണം വീതം 3 കെട്ടായിട്ട് കെട്ടിയെടുക്കണം. ഇപ്പം നമ്മൾ കെട്ടിയ കെട്ടിൽ നിന്നും ഏകദേശം ഒരു 3 ഇഞ്ച് താഴെയായിട്ട് ഓരോ കെട്ടിൽ നിന്നും ഓരോ ത്രെഡ് വീതം എടുത്ത് ഓരോ കെട്ടും കൂടെ കെട്ടിക്കൊടുക്കണം. രണ്ടാമത്തെ കെട്ടും കൂടെ നമ്മൾ കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെയായിരിക്കും കിട്ടുക. രണ്ടാമത്തെ കെട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് 6 ത്രെഡിലും നമ്മൾ ഓരോ മുത്ത് വീതം കൊരുത്തെടുക്കണം. മുത്ത് കൊരുത്തിട്ട് അതിൻ്റെ അടിവശത്തും കൂടെ ഓരോ കെട്ടിട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ മുത്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യുന്നത്. ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ മുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. മുത്ത് കൊരുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹാങ്ങർ നമുക്ക് ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അത്രയ്ക്ക് ഈസിയാണ്. മുത്ത് കൊരുക്കുന്നതുകൊണ്ട് മാത്രമാണ് കുറച്ചും കൂടെ നമുക്ക് ടൈം എടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെക്കേണ്ട പോട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് അടിവശത്ത് കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. ഈ പോട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച DIY ഇൻഡോർ പ്ലാന്ററിൽ ചെയ്തതാണ്. എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇത് നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിലത്തെ കെട്ട് വരേണ്ടത് പോട്ട് തുടങ്ങുന്നിടത്തായിരിക്കണം. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് അടിവശത്ത് 6 ത്രെഡും കൂടെ ഒരുമിച്ച് കെട്ടിയെടുക്കണം. ഇപ്പം നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റർ റെഡി ആയിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു കെട്ടോട് കൂടി നമ്മുടെ പ്ലാന്റർ റെഡിയായി. പക്ഷേ ഇനി നമുക്ക് ബാലൻസ് താഴോട്ട് കിടക്കുന്ന ത്രെഡിൽ ഒരു ഭംഗിക്ക് വേണ്ടി ബാക്കി മുത്തോളം കൂടെ കൊരുത്ത് ഒന്ന് കെട്ടിക്കൊടുക്കണം. നമ്മൾ ഹാങ്ങിങ് പ്ലാന്ററൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നഴ്സറിയിൽ ഒരുപാട് പൈസ കൊടുത്തിട്ടായിരിക്കും അത് വാങ്ങിക്കുന്നത്. മിനിമം ഒരു 150 രൂപയെങ്കിലും നമുക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതുപോലുള്ള ത്രെഡോ കയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ DIY ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ പ്ലാന്റർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ ഉണ്ട്. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.